പേളി മാണിയിൽ ഉണ്ടായിരുന്നു. അതായത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഇതൊരു ഡബിൾ തന്തയ്ക്ക് പറഞ്ഞ പരിപാടിയായി പോയി കേട്ടോ. രണ്ട് തരത്തിൽ പേളി മാണി പ്രതികരിക്കുന്നുണ്ടോ? ഒന്ന് സമരത്തിന് അനുകൂലവുമാണ്, എന്നാൽ വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് വിപരീതമായിട്ടും പേളിയുടെ പോസ്റ്റിൽ ഉണ്ടായിരുന്നു. എന്റെ പൊന്നു ദൈവമേ, അങ്ങനെ പേളി മാണി എയറിലായി. എന്താണെങ്കിലും പുള്ളിക്കാരിയുടെ അഭിപ്രായം പുള്ളിക്കാരി തുറന്നു പറഞ്ഞു, പുള്ളിക്കാരിയുടെ ഇഷ്ട കളറും പറഞ്ഞു. അതിനുശേഷം പുള്ളിക്കാരിക്ക് ഭൂമിയെ കാലുകുത്താൻ പറ്റിയിട്ടില്ല. കുഴപ്പമില്ല, പുള്ളിക്കാരിക്ക് ഇഷ്ടം അഭിപ്രായം ഒക്കെ തുറന്നു പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എന്നാൽ എന്റെ ഇഷ്ടവും സ്വാതന്ത്ര്യവും ഇതാണ്. ഒരൊറ്റ ബട്ടൺ നിൽക്കിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഡിലീറ്റ്. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് 1 lakh ഫോളോവേഴ്സ് അൺഫോളോ ചെയ്തു പോയി. ഇനിയും പോകാനാണ് സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പേളി മാണിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് കമന്റിൽ ഒന്ന് പറയുക. എന്നാണെങ്കിൽ ഇതിനിടയിലാണ് പേളി മാണി നമ്മുടെ സിബി മലയിലിനെ കുറിച്ച് പറയുന്നത്. അതിനുള്ള മറുപടിയായിട്ട് സിബി മലയിലിന്റെ മോൻ വന്നിട്ടുണ്ട്. ആ ന്യൂസ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. സിബി മലയിലിനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് പേളി മാണി വിളിച്ച സംഭവത്തിൽ മറുപടിയുമായി സിബി മലയിലിന്റെ മകൻ ജോ സിബി മലയിൽ. പേളി മാണിയുടേതായി ഡിപ്ലോമസി നിറഞ്ഞ പോസ്റ്റാണ് എന്നും എന്റെ അച്ഛൻ പരാജയപ്പെട്ട ഒരു സിനിമാക്കാരൻ എന്ന് നിങ്ങൾ വിളിച്ചാലും നട്ടലില്ലാത്ത മകനെ അദ്ദേഹം വളർത്തിയിട്ടില്ല എന്നും പേളിക്ക് മറുപടി നൽകി. നിങ്ങളുടെ അച്ഛൻ ഒരു ഭീരുവിനെയാണ് വളർത്തിയതെന്നും പേർലിയെ ആക്ഷേപിച്ചായിരുന്നു ജോ സിബി മലയിൽ ഇൻസ്റ്റഗ്രാമിൽ പ്രതികരിച്ചത്. ഇത് പേളിമാണി ചോദിച്ചു വാങ്ങിയതാണ്. എന്താണെങ്കിലും പേളിമാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഓർത്തപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഈ സീനാണ്. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു.